എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഒരു സംരംഭകൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണത്തെക്കുറിച്ചാണ്, അതായത് നാം ചെയ്യുന്ന കാര്യത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും ബോധ്യവും. എന്താണ് ഈ ഉറച്ച ബോധ്യം? നമ്മുടെ ആശയങ്ങൾ, തീരുമാനങ്ങൾ, ആസൂത്രണങ്ങൾ എന്നിവയിൽ നമുക്കുള്ള പതറാത്ത വിശ്വാസമാണിത്. വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ തളരാതെ നിൽക്കാനും തിരിച്ചടികളിൽ നിന്ന് കരുത്തോടെ എഴുന്നേൽക്കാനും ഈ ബോധ്യം നമ്മെ സഹായിക്കുന്നു. തന്റെ സംഘത്തിന് കൃത്യമായ ദിശാബോധം നൽകാൻ ഒരു നേതാവിന് ഇത് അത്യാവശ്യമാണ്. വ്യക്തിജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് എളുപ്പമായിരിക്കും, എന്നാൽ ഒരു ബിസിനസ്സിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്തോറും വെല്ലുവിളികൾ കൂടും. അവിടെ തോറ്റു പിന്മാറാതെ വിജയം വരെ മുറുകെ പിടിക്കേണ്ട ഒന്നാണിത്. നേതൃത്വവും ഉത്തരവാദിത്വവും. ഇന്ന് നമ്മളിൽ ഭൂരിഭാഗം പേരും മറ്റുള്ളവരെ നയിക്കുന്നവരോ സഹായിക്കുന്നവരോ ആണ്. നമ്മൾ വെറുമൊരു വ്യക്തിയല്ല, മറിച്ച് മറ്റുള്ളവർക്ക് ആശ്രയിക്കാവുന്ന ഒരു കേന്ദ്രമായി മാറണം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഉറപ്പില്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മെ വിശ്വസിക്കാൻ കഴിയില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ നിൽക്കുന്നതാണ് യഥാർത്ഥ നേതൃത്വം. ക്ഷമയുടെയും നിശബ്ദതയുടെയും കാലം. പലപ്പോഴും കാര്യങ്ങൾ പുറമേ ശാന്തമായിരിക്കും. വിവരങ്ങളൊന്നും ലഭിക്കാത്ത അത്തരം സമയങ്ങളിൽ പലർക്കും ആശങ്ക ഉണ്ടായേക്കാം. എന്നാൽ അത്തരം നിശബ്ദതയ്ക്ക് പിന്നിൽ വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള വലിയ സ്വപ്നം എപ്പോഴും മനസ്സിലുണ്ടാകണം. ആ സ്വപ്നത്തിലേക്ക് എത്താൻ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള കരുത്ത് നാം കാണിക്കണം. അറിവും വിനയവും. നമ്മുടെ ബോധ്യം വെറുമൊരു തോന്നലായിരിക്കരുത്. കൃത്യമായ അറിവും വിവരങ്ങളും പഠനങ്ങളും അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം. അതുപോലെ തന്നെ വിശ്വാസവും വാശിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പുതിയ അറിവുകൾ ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് മാറാനുള്ള വിനയവും മനസ്സാന്നിധ്യവും നമുക്കുണ്ടാകണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും നമ്മുടെ രീതികളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും നാം തയ്യാറാകണം. എന്നാൽ അടിസ്ഥാനപരമായ മൂല്യങ്ങളിൽ മാറ്റം വരുത്തരുത്. ഐക്യവും വിജയവും. ഒരേ ചിന്താഗതിയുള്ള ആളുകൾ ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന കരുത്ത് വളരെ വലുതാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുക. തടസ്സങ്ങൾ നോക്കി നിൽക്കാതെ ലക്ഷ്യത്തിലേക്ക് മാത്രം കണ്ണുനടുക. ഈ പ്രതിസന്ധികളെല്ലാം താൽക്കാലികം മാത്രമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുക, പരസ്പരം സഹായിക്കുക. നിങ്ങളുടെ ഈ ഉറച്ച ബോധ്യം മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായി മാറട്ടെ. നാളെ കൂടുതൽ ഊർജ്ജസ്വലമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.